അമ്മ ഞാൻ പോയിട്ട് കിടന്നോ? ആ ഒന്നും മറന്നിട്ടൊന്നുമില്ലല്ലോ. ഇല്ലമ്മ. ഈ ചെക്കൻ എന്നും ധൃതി പിടിച്ചാണ് ഈ പോക്ക്. ആ കുട്ടികളൊക്കെ അവിടെ കാത്തു നിൽക്കണ്ടാവും. നടക്ക്. എല്ലാരും ഹോംവർക്കൊക്കെ ചെയ്തില്ലേ? പുഴൊന്നും കാട്ടൂല കേട്ടോ. ആ വണ്ടി വന്നല്ലോ. എല്ലാരും ഉച്ചക്ക് ചോറൊക്കെ ഫുള്ള് കഴിക്കണം കേട്ടോ. എടാ പറ കേടാ. ഇല്ല ഞാനല്ല, ഞാൻ നടന്നു പോയിക്കോളാം. ഏതാണോ ചെറുക്കൻ? ഓനെ ഞങ്ങളെ സ്കൂളിലെ സ്റ്റാറാ, നല്ലോണം പന്തളിക്കും. എന്താണ് കാണാൻ കളിപ്പാണ് ഒരു പാടി ടെസ്റ്റ് വന്നിരുന്നു. ആ എന്നാ കാശെടുക്ക്. ആ ഞാനേ ഇവിടെ തിരിഞ്ഞു പോവാണ്, നിങ്ങളെല്ലാവരും ഇറങ്ങിക്കോ. ശരി. എന്താ ആ ഓട്ടോറിക്ഷമാനെ കൊറേ നേരമായല്ലോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇന്ന് വരൂലേ? വരും വെയിറ്റ് ചെയ്തേക്കാം കേട്ടോ. അതാ വരുന്നേ. എവിടെ നേട്ടങ്ങള്? നേരം വഴുകിയില്ലേ? ഇവിടെ ആകെ ബ്ലോക്കാണ് തന്നെ. അതാണേ സൂക്ഷിച്ചു പോകട്ടോ. ഇയാളാണ്ട് വണ്ടി കയറി കേട്ടോ. അവിടെ നടന്നു എത്തുമ്പോ ഒരു പീരീഡ് വെച്ചു. നേരിടാം. എന്താ പേര്? ആദി. അല്ല വീട്ടിലാരൊക്കെ ഉണ്ട്? ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ആ അപ്പൊ ഒറ്റ മോനാ അല്ലേ? എടാ മോനെ, നീ എന്നും ഞങ്ങളുടെ കൂടെ പോരാ, നമുക്ക് അടിച്ചു പൊളിക്കാം. എടാ അമ്പക്ക് ഒരാളെയും കൂടി കിട്ടിയില്ലേ, നമുക്ക് പൊളിക്കന്നെ. നമുക്ക് അടിച്ചു പൊളിക്കണം. പോകല്ലേ, ഞങ്ങളുണ്ട്.
ആളെ നോക്കി കാട്ടി. എടാ ഇടയ്ക്ക് പേടിയാവണ്ടാ. എടാ സ്കൂളിൽ ബെല്ലടിക്കാനാടാ, നമുക്ക് പോവല്ലേ? അനക്ക് എന്തൊരു പേടിയാണ് ആദ്യം. നമ്മൾ എന്തിനാടാ പഠിക്കണേ? അതിനിപ്പോ എന്തത്ര സംശയം? നല്ല ജോലി വാങ്ങി കാശുണ്ടാക്കാൻ. പൈസ ഉണ്ടാക്കാനാണെങ്കിൽ എന്തിനാ നമുക്ക് ഈ മൂഞ്ച പഠിത്തം? നമ്മുടെ അടുത്ത് വേറെ വജ്ജുണ്ടല്ലോ. എടാ ആദ്യം എനിക്ക് ഫോണില്ലടാ. ഫോണൊക്കെ ഉണ്ടാ, പക്ഷെ അത് അമ്മേൻ്റെ അടുത്താ. എടാ നീ ഉണ്ടല്ലോ ഇൻസ്റ്റയിൽ ഒരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങി. നമുക്ക് എല്ലാവർക്കും ഗ്രൂപ്പായിട്ട് സംസാരിക്കാലോ. അത് പൊളിക്കും. പിന്നെ കാര്യങ്ങളൊക്കെ ശരണ്യ പറഞ്ഞുതരാം എനിക്ക്. എടാ അതൊന്നും നടക്കൂലടാ, എനിക്ക് പേടിയാണ്. അനക്ക് നാണ്ടര ചങ്ങായി. എൻ്റെ ഈ ക്രഷിൻ്റെ മുമ്പ് കുത്തിർന്ന് കാണിച്ച് ഇങ്ങനെ പേടിയാണ് പറയാൻ. ഡാ എൻ്റെ പേടി മാറ്റാനേ ഞങ്ങളൊരു സാധനം തരാം. നോക്കാം, ഇത് വിലപിടിപ്പുള്ള ഒരു മരുന്നാട്ടോ. ഇജ്ജ് പുതിയ ആളാ അങ്ങോട്ട് തരണ. ഡാ അത് കൊടുത്താ. ഇത് നാവിൻ്റെ അടിയിൽ വെച്ചോ. എനിക്ക് വേണ്ടടി, എനിക്ക് പേടിയാ. ആ വെച്ചോ. ഇത് ധൈര്യമായിട്ട് വെച്ചോ. അതങ്ങ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്വർഗത്ത് കൂടെ പാറി പറക്കാം. അതെ പാറി പാറി നടക്കാം. എടാ വെക്കടാ. എടാ ആദി, ചില ഫുട്ബോൾ താരങ്ങളൊക്കെ ഉപയോഗിക്കുന്ന മരുന്നായത്. നിനക്കും ലോകം അറിയുന്ന ഒരു താരാവണ്ടേ? വെക്കടാ. ആദി നിനക്ക് ചോറ് വേണ്ടേ? ഒന്ന് വന്ന് ചോറുണ്ണ. എനിക്ക് നാളെ പണിയുള്ളതാ. എനിക്ക് നേരത്തെ കിടന്നുറങ്ങണം. ആദി എന്തമ്മ വന്ന് ചോറുണ്ണ. നിനക്ക് ചോറ് വേണ്ടേ? അതെന്താ വേണ്ടാത്ത? നിനക്കത്തെ സുഖല്ലേ? എനിക്കൊന്നും വേണ്ട ചോറ്. നിങ്ങൾ ശല്യപ്പെടുത്താ പോവൂ. ഞാൻ നിനക്കൊരു ശല്യായില്ലേ? വെറുതെ അന്തിപ്പട്ടിണി കിടക്കണ്ട. ആദി ഫോൺ അടിക്കുന്ന കേൾക്കണില്ലേ? ഈ ചെക്കൻ്റെ എവിടെ പോയി കിടക്കുക? ആ ടീച്ചറെ, എന്താ ആദ്യം കുറച്ച് ദിവസമായിട്ട് ക്ലാസ്സിൽ വരാത്തത്? പരീക്ഷ അടുക്കാറായി. അവനോടെ അസുഖമൊന്നും ഇല്ലെങ്കിൽ ഉഴപ്പാതെ ക്ലാസ്സിൽ വരാൻ പറയും. ആ പറയാം ടീച്ചറെ. എടാ ആദി, ആദി എന്താടാ ആദി? ശരണേ ചേച്ചിക്ക് സ്റ്റാമ്പ് ഒപ്പിച്ചു തരുമോ? ഷോ എൻ്റെ കയ്യിലില്ലടാ. എടി നീ കള്ളം പറയല്ലേ. നിനക്കുള്ള പൈസ ഞാൻ എവിടുന്നാണേലും ഒപ്പിച്ചു തരാം. എനിക്കതില്ലാണ്ട് തല പെരുക്കുന്ന പോലെ. എടാ എൻ്റെ കയ്യിലില്ലടാ, സത്യം. നീ ഇങ്ങനെയാവാൻ കാരണം ഞാനും കൂടെയാണ്. നീ എന്നോട് ക്ഷമിക്കില്ലേ? അതിന് കോപ്പിലെ സെന്റിമെന്റ്സ് വെച്ചിട്ട് പോടി. ആദി, എടാ ആദി. എന്താടാ ഇതുവഴിയൊക്കെ? എന്റെ പേടിയൊക്കെ മാറിയോ? ചേട്ടാ എനിക്ക് ഒരു ദിവസം മരുന്ന് തരാട്ടാ.
ഈ കാശിനൊന്നും മരുന്ന് കിട്ടില്ലല്ലോ ആദിക്കുട്ടാ. ഈ ഒരു കാര്യം ചെയ്യേ, നിന്റെ കൂട്ടുകാരൻ ഓർഡർ പിടിക്കും. നീ നിന്റെ മടിയും പേടിയൊക്കെ ഒന്ന് മാറ്റേ. ഏട്ടാ ഏട്ടാ പ്ലീസ് ഏട്ടാ, ഏട്ടാ പറ്റൂല ഏട്ടാ. ഏട്ടാ ആ അപ്പൊ അങ്ങനെയല്ലേ. വാ, പരിഹാരം ഉണ്ടാക്കാം. ഇജ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അന്റെ മാല കെട്ടുണ്ടോയതേ അന്റെ ചെറുക്കൻ തന്നെ, അത് എനിക്ക് ഉറപ്പാ. സകല തോന്നിയാസത്തിലുണ്ട് ആ ചെക്കൻ. ഇല്ല ഏട്ടാ, എന്റെ കുട്ടി അങ്ങനെ ഒന്നും ചെയ്യൂല. അപ്പൊ ഈ പറഞ്ഞ ഞാനാ കുറ്റക്കാരൻ. അല്ലെങ്കിലും എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. ഇജിന്റെ സ്വന്തം കൂടപ്പുറപ്പായി പോയില്ലേ ഏട്ടാ. ഒന്ന് കരയാതിരിക്കി. നീ കരഞ്ഞിട്ട് പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എന്റെ ചെക്കൻ ചെയ്തത് എന്താന്ന് അറിയാം എനിക്ക്. സ്വന്തം തള്ള കുടിക്കുന്ന ഫോട്ടോ വരെ. ഞാൻ എങ്ങനെ പറയാ എന്നോട്? എന്റെ കൃഷ്ണ, ഒന്ന് കരയാതിരിക്കേ. മനുഷ്യനിവിടെ പുറത്തിറങ്ങി നടക്കാൻ വയ്യല്ലോ ഈശ്വര, മാനക്കേടുകൊണ്ട്. Ha 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 ha!